എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് ലാസ്റ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണോ എന്നുള്ളത്. Recall that what is meant by a countable set. A set is said to be countable if it has the same cardinality as that of n, right? So that was the definition of countable set. So before going to count the set of all real numbers, let's do another question which will eventually lead us to the countability of or uncountability of R. So show that f from -1 to 1 to R, right, defined by f of x is equal to x by x square minus 1 is a bijection. In fact, you can add, I will give two different proofs for uncountability of R. So the answer for this question is no, R is not countable. There is no bijection between n and R. So I will give two different proofs given in the textbook. For that we need these two functions, 2g from 0 1 to or I will put it like this, so that there is a bijection. Actually രണ്ടാമത്തെ പ്രോബ്ലം മതി നമുക്ക്, bijection between open interval 0 1 and R. ആദ്യത്തതിൻ്റെ ആവശ്യമില്ല, or you can I'm sorry bijection between open interval 0 1 and z minus 1, so that cardinality of open interval 0 1 is equal to cardinality. So finally I will show that open interval 0 1 is not countable. So here I will use the Cantor's diagonalization method. These are the so one more thing, so that R is, so the first four questions gives one method to prove that R is uncountable. The second is show that R is uncountable using nested interval property of R. Okay, ഇതെത്രയാണ് നമ്മൾ ഈ ലെക്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ 6 അൺകൗണ്ടബിൾ ആണെന്ന് കിട്ടും അല്ലേ? കാരണം എന്താവും? കാരണം നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0 1 കൗണ്ടബിൾ അല്ല അല്ലെങ്കിൽ അൺകൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി ഓപ്പൺ ഇൻ്റർവൽ 0 1ൻ്റെയും ആറിൻ്റെയും കാർഡിനാലിറ്റി സെയിം ആണ്. സോ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആർ ഈസ് അൺകൗണ്ടബിൾ. ആർ ഈസ് അൺകൗണ്ടബിൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നേരിട്ട് ചെയ്യുക, ഇതൊന്നും അല്ലാതെ നേരിട്ട് നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ആറ് അൺകൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യണം. യു വിൽ ഡു വൺ ബൈ വൺ. So C08, first question, C08.
answers. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ബൈജക്ഷനാണ് കാണിക്കേണ്ടത്. ബൈജക്ഷൻ കാണിക്കാൻ പല വഴികൾ ഉണ്ട്. ഓൾറെഡി ഞാൻ 2 വഴികൾ പറഞ്ഞു. എന്തൊക്കെയാ? നേരിട്ട് 1 1 on 2 എന്ന് കാണിക്കുക. സോ മെത്തേഡ് വൺ ഷോ ദാറ്റ് f of x is equal to x by x square minus 1 is 1 1 and on 2. ഇത് ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് തന്നെ 2 രീതിയിൽ ചെയ്യാം. യു ക്യാൻ യൂസ് കാൽക്കുലസ് ഓൺ ഗ്രാഫ്. സോ ഇതിൽ തന്നെ മെത്തേഡ് 1 തന്നെ ഒരു വഴി ഇതാണ്, ഡ്രോ ദ ഗ്രാഫ്. പക്ഷെ ഗ്രാഫ് ഇത് വരയ്ക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് നിങ്ങൾക്ക് ഫെമിലിയർ അല്ല ഇത്. എന്നാലും ഗ്രാഫ് നിങ്ങൾക്ക് കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ച് വരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം ഞാൻ നേരിട്ട് എൻ്റെ ഗ്രാഫ് പറയുകയാണ്. പുസ്തകത്തിൽ എൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രാഫ് എസെൻഷ്യലി ഈ ഒരു ഫോമില ഇടും. വിൽ പാസ് ത്രൂ 0. Graph. Okay. So this is -1. This is +1. So note that x is equal to -1 and x is equal to 1 are vertical asymptotes for the curve y is equal to x by x square minus 1. ഇത് ഗ്രാഫ് നേരിട്ട് അറിഞ്ഞുകൂടെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് കൊടുക്കുമ്പോൾ എന്താ വരിക? എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ദിസ് ഈസ് ആക്ച്വലി മൈനസ് ഇൻഫിനിറ്റി. ലിമിറ്റ് extending to 1 minus x by x square minus 1 is plus infinity. I'm sorry. It is not correct. ആദ്യം നമ്മൾ എവിടുന്നാ പോകണ്ടേ? ആദ്യം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകണ്ടേ അല്ലേ? ദിസ് ഈസ് ലിമിറ്റ് extending to 1 minus. ആൻഡ് രണ്ടാമത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകണ്ടേ. ദാറ്റ് ഈസ് ആക്ച്വലി ലിമിറ്റ് extending to -1 plus. സോ ഇതിൽ നിങ്ങൾക്ക് പറയാം ഇത് അസ്യൂംഡോട്ട്സ് ആണെന്ന് പറയാം. അതൊരു കാര്യം, അതൊരു സൈഡ് നോട്ടായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഗ്രാഫിൽ നിന്ന് ഇത് 1 1 1 2 എന്ന് എങ്ങനെയാ പറയുക? ഇതിന്റെ അർത്ഥം y ആക്സില് you draw the horizontal lines, അത് ആ ഗ്രാഫിനെ എക്സാക്ട്ലി ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ? എക്സാക്ട്ലി ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് എക്സാക്ട്ലി. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഓൺ ടു. ഇവിടുന്ന് ഏത് y എടുത്താലും there is a pre-image. ആ പ്രീമേജ് എവിടെ കിട്ടുക? കറസ്പോണ്ടിങ് പ്രീമേജ് എന്ന് പറയുന്നത് എവിടെ വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആകുന്ന രീതിയിൽ ഒരു പ്രീമേജ് കിട്ടും. ഇനി സിമിലർലി ഇത് 1 1 ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ലൈൻ നോക്കിയാൽ മതി. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. ഇത് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുക. അത് റിഗറസ് പ്രൂഫ് അല്ല. ജോമെട്രിക്കലി ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ 1 1ഉം 1 2ഉം തിരിച്ചറിയാൻ ഇങ്ങനെ ഉപയോഗിക്കാം അല്ലേ? ഇനി ഇത് തന്നെ കാൽക്കുലസ് ഉപയോഗിച്ച് എങ്ങനെയാ ചെയ്യാം? സോ this is one method. 1b, use calculus. So this is exercise. Show that f prime of x is less than 0 for all
x belongs to minus 1 1. ഇതിന് എന്താ കിട്ടുക? This implies f is strictly decreasing. So that implies f is 1 1. Strictly decreasing എന്ന് പറഞ്ഞാൽ എന്താ? Whenever x1 less than x2 implies f of x1 is greater than f of x2. ഇതാണ് strictly decreasing. Strictly decreasing. Strictly increasing എന്ന് പറഞ്ഞാൽ x1 less than x2 implies f of x1 less than f of x2. ഇതാണ് strictly increasing function. Okay. അപ്പോൾ ഒരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്തായാലും 1 1 ആകണം അല്ലേ? ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് അത് സെയിം എഫ് ഓഫ് എക്സ് വാല്യൂസ് ഒരിക്കലും കിട്ടില്ല. എഫ് ഓഫ് എക്സ് കുറഞ്ഞു വരിക. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് ബിക്കോസ് ഓഫ് ദിസ് കാൽക്കുലസിലെ ആ ഒരു റിസൾട്ട്. ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണ് ഒരു ഇൻ്റർവെല്ലിലെങ്കിൽ എല്ലാ എക്സിനും സ്ട്രിക്ട്ലി നെഗറ്റീവ് വാല്യൂ ആണ് ഡെറിവേറ്റീവ് എങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. സോ അതിൽ നിന്ന് 1 1 കിട്ടും. 1 കിട്ടാൻ വേണ്ടിയിട്ട് you can solve the equation y is equal to f of x. That is y is equal to what is f of x? F of x is x by x square minus 1. This will give you y x square, y into x square minus 1 equal to x. That means y x square minus yx minus y is equal to 0. That implies x is equal to plus or minus y y minus y minus b, അതായത് y plus or minus root of ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അപ്പോൾ എക്സിന് സോൾവ് ചെയ്യാം. y b square y square minus 4, correct? No, it is wrong. Something is wrong. It's not correct. The solution is y x square minus y equal to x. That implies y x square minus x minus y is equal to 0. That means x equal to 1 plus or minus root of v square. 1 minus 4y square. 4y square by 2y. Okay. So ഇതിന് പ്രീമേജ് ഇതിൽ എക്സ് ഏതെടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4y സ്ക്വയർ ബൈ 2y ആണ് ഇതിൽ ഒരു വാല്യൂ. സോ ഫ്രം ഹിയർ one of this value will be your preimage. F of x is equal to y കിട്ടുന്ന എക്സ്. അതായത് we have to show that ഇതിൽ ഏതാണ് -1 നും 1 നും ഇടയ്ക്ക് കിടക്കണേന്ന് കാണിക്കണം. -1 less than 1 minus root of 1 plus 4y square by 2y less than 1. അതാണോ -1 less than ഇതിലെങ്കിലും ഒന്നേ ആവുള്ളൂ. ഒബിയസ്ലി രണ്ടാമത്തെ ആവില്ല. 1 പ്ലസ് അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. 1 പ്ലസ് 4y സ്ക്വയർ ബൈ 2y ഇതിലേതാണെന്ന് കണ്ടുപിടിക്കും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അത് ഇതിൽ അപ്പം നമുക്ക് പ്രീമേജ് കിട്ടും. ഈ ഇതിലേതെങ്കിലും ഒരു y ആയിരിക്കും എൻ്റെ പ്രീമേജ്. വൈയുടെ പ്രീമേജ് ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എൻ്റെ എക്സിൻ്റെ വാല്യൂ. അതിൽ എഫ് അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്.
Okay, so what we have proved is f from -1 to 1 to r given by f of x equal to x by x square minus 1 is 1 1 and 1 2. Question 1 solve ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? there is a bijection between open interval 0 1 and open interval -1. ആ ബൈജക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഐഡിയ നിങ്ങൾക്ക് എവിടുന്ന കണ്ടുപിടിക്കുന്നത്? 0 1 നിന്ന്, or I will do the other way, -1 1 നിന്ന് 0 1 ഏതാ രണ്ടും ഒരേ ഐഡിയ തന്നെയാണ്, പക്ഷെ എനിക്ക് പിന്നീട് യൂസ് ചെയ്യാൻ ആവശ്യം തിരിച്ചായതുകൊണ്ട് okay, I will do from 0 1 to -1 1. For that, the idea is, consider this graph 0 1 -1 1. Okay, so ഈ ഒരു ലൈൻ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായാലും ഗ്രാഫിക്കലി ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഒരു ഗ്രാഫിൽ നിന്ന് 1 1 1 2 മനസ്സിലാക്കാൻ ഞാൻ ഐഡിയ പറഞ്ഞായിരുന്നു അല്ലെ. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റും വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റും നോക്കിയാൽ മതി ഗ്രാഫ് 1 1 1 2 ആണോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്തായാലും ഒരു 1 1 1 2 ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ഈ ഫംഗ്ഷന്റെ ഇക്വേഷൻ എഴുതിയാൽ അത് 0 1 നിന്നും -1 1 ഒരു 1 1 1 2 ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഐഡിയ. ഇത് ഈ ഫംഗ്ഷന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു സം ലൈൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു f of x. ഇത് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? യു ഫൈൻഡ് ദ ലൈൻ ജോയിനിങ് ഇക്വേഷൻ ഫോർമുല. ദിസ് ഈസ് 0 -1 ആൻഡ് ദിസ് ഈസ് 1 1. 0 -1 എന്ന് പറയുന്ന പോയിന്റും 1 1 എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. ഫൈൻഡ് ദ ഇക്വേഷൻ of the line. What is that equation? Y minus y1 by y1 minus y2 is equal to x minus x1 by x2 minus x1 രണ്ടും ഒരുപോലെ എടുക്കണം. x1 minus x2, that is y minus ഇത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എടുത്താൽ, താഴത്തെ ആദ്യത്തെ പോയിന്റ് എടുത്താൽ y minus y1 is y plus 1 divided by -1 minus 1 is equal to x minus x1 divided by x1 minus x2, that is y plus 1 by -2 is equal to x by -1. So y plus 1 is equal to 2x. That implies y is equal to 2x minus 1. Then a line equation. So f from 0 1 to -1 1 by f of x equal to 2x minus 1 is a bijection. ഇത് ഒരു ബൈജക്ഷൻ മാത്രമാണ്. ഒരുപാട് ബൈജക്ഷൻ അവിടെ കണ്ടുപിടിക്കാം പല രീതിയിൽ. ബട്ട് ദിസ് ഈസ് അവൻ ഈസിയസ്റ്റ് വേ ടു ഫൈൻഡ് ദ ബൈജക്ഷൻ ബിറ്റ്വീൻ ടു ഓപ്പൺ ഇന്റർവെൽസ്. ഇതിൽ 0 1 -1 1 പ്രത്യേകതയൊന്നുമില്ല. നിങ്ങൾ സൈൻ ഓഫ് കോഴ്സ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ നിന്ന്
ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നിന്ന് -π/2 π/2 എന്ന് പറയുന്ന ഈ രണ്ട് ഇൻ്റർവെലും തമ്മിലുള്ള ഒരു ബൈജക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. സോ സിമിലർ സെയിം ഐഡിയ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ -cos π x-a/b-a ആണെന്ന് തോന്നുന്നു. ഉറപ്പില്ല. നോട്ട് എക്സാക്ട്ലി, ഐ തിങ്ക് x-a or x+a, വാട്ടെവർ, സിമിലർ ഫംഗ്ഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. ബട്ട് അത് കിട്ടുന്ന ഐഡിയ എക്സാക്ട്ലി ഇതാണ്. ഈ ഐഡിയ വെച്ചിട്ടാണ്. നല്ലൊരു എക്സസൈസ് ആണ്, നിങ്ങൾ ചെയ്തു നോക്കുക. Oh, this answers our question number 2. The question number 3. ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടത്തിൽ പറയാം, ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പം വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾ ഈ എക്സാം സമയത്ത് കാണിക്കുന്ന ഒരു എന്താ പറയുക, എനർജിയും സ്മാർട്ട്നെസ്സും ഒന്നും നിങ്ങളുടെ പഠന സമയത്ത് പലപ്പോഴും കാണാറില്ല. അപ്പം ആ സ്മാർട്ട്നെസ് ഒക്കെ കാണുന്നത് ഇത്തരം ഡൈവേഴ്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഉള്ള ക്യൂരിയോസിറ്റി നിങ്ങളിൽ കാണുമ്പോഴാണ്. ഈ സൈൻ ഓഫ് കോഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അത്തരക്കാരെ സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ രീതിയിൽ മുന്നോട്ട് വരാനാണ്. പക്ഷെ പലപ്പോഴും അതിനകത്ത് വരുന്ന ഇത്തരം പോസ്റ്റുകളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമൻസ് ഒക്കെ വളരെ കുറവാണ്. എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബൈ ദ വേ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ പലപ്പോഴും കുറച്ച് നാളായിട്ട് അത് നടക്കുന്നില്ല. വ്യാഴാഴ്ച ദിവസങ്ങളിൽ അസൗകര്യങ്ങൾ കാരണം. എന്നാലും വൈകുന്നേരങ്ങളിൽ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ, അതിലേക്കുള്ള പുതിയ പുതിയ ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസും കമൻസും ഇതൊന്നും പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് എക്സാം എഴുതി പാസ്സാകാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല, അതും വേണം. പക്ഷേ അതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എളുപ്പം കിട്ടുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ട്രിവിയൽ പ്രോസസ്സായിട്ട് സാധാരണ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് നോൺ ട്രിവിയൽ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ട്രിവിയലായിട്ട് മാറും. ഓക്കെ, ഞാൻ എന്തായാലും അത് പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് cardinality of 0, 1 is equal to cardinality of R. എങ്ങനെ ചെയ്യാം? ഇത് ബൈജക്ഷൻ കാണിച്ചാൽ പോരാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. വി ഹാവ് f of x is equal to x/x square minus 1 is a bijection between -1, 1, interval -1, 1 and also g of x is equal to നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഏതാ? 2x minus 1. 2x minus 1 is a bijection between 0, 1 and interval -1, 1, right? So define h from 0, 1 to R by h of x is equal to f composition g of x, that is f of g of x. That f of, what is g of x? G of x is 2x minus 1. What is f? F is x by x square minus 1. That is 2x minus 1 by 2x minus 1 the whole square minus 1. That is 2x minus 1 by 4x square minus 4x plus 1 minus 1. Calculation error ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയ calculation അല്ല. It is 4x into x minus 1, right?
this is a bijection between open interval 0, 1 and R. കാരണം രണ്ട് ബൈജക്റ്റീവ് മാപ്പിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബൈജക്റ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ എഫ് എം ജിയും ബൈജക്റ്റീവ് ആയതുകൊണ്ട് അതിന്റെ കോമ്പോസിഷനായ എഫ് കോമ്പോസിഷൻ ജിയും ഒരു ബൈജക്ഷൻ ആയിരിക്കും. ഇവിടെ എച്ച് ഓഫ് സീറോ എന്താ? എച്ച് ഓഫ് സീറോ എന്ന് പറയുന്നത് -1 സീറോയിൽ ഡിഫൈൻഡ് അല്ലല്ലോ, ഐ എം സോറി. സീറോയിൽ ഇറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി, റൈറ്റ്? സോ യാ, ഇതിന്റെ ഗ്രാഫ് എന്തായിരിക്കും എന്നൊക്കെ നോക്കുന്നത് രസകരമായിരിക്കും. ആൾമോസ്റ്റ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദ സെയിം ഗ്രാഫ്, അല്ല ഇതുപോലെ തന്നെയുള്ള ഒരു ഗ്രാഫ് ആയിരിക്കണം. ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ളവരത് വരച്ച് നോക്കാം അതിന്റെ ഗ്രാഫ്. സോ ദിസ് ഷോസ് ഹെൻസ് രണ്ട് ബൈജക്റ്റീവ് മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? കാർഡിനാലിറ്റി ഓഫ് 0, 1 is same as cardinality of. സോ ബൈ ദ വേ ഞാനത് എടുത്തു പറഞ്ഞില്ല. ഇപ്പം എയും ബിയും രണ്ട് സെറ്റ്, ഇത് തമ്മിലൊരു ബൈജക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കാർഡിനാലിറ്റി ഈക്വൽ എന്നാണ്. എന്തുകൊണ്ടാ? 1-to-1 കറസ്പോണ്ടൻസ് സെയിം ആണ്. ഇത് ഞാൻ ഡെഫിനിഷനായിട്ട് എടുത്തു പറഞ്ഞില്ല. These two sets are said to be of same cardinality if they have a bijection. ആ കേസിൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ, പുസ്തകത്തിൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ എഴുതാറുണ്ട്. ദിസ് ഈസ് ഇക്വാലന്റ് ഓഫ് റൈറ്റിംഗ് cardinality of A is equal to cardinality of B. ഓക്കെ, ഞാൻ ഉപയോഗിച്ച നൊട്ടേഷൻ ഇതാണ്. പുസ്തകത്തിൽ നൊട്ടേഷൻ അനുസരിച്ച് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്: 0, 1 is equivalent to R in terms of cardinality. Equivalence എന്ന് പറയുന്നത് പല റിലേഷൻസ് ഉണ്ടാവാം, പക്ഷെ in terms of cardinality this is equivalent. For that you need a bijection, which we explicitly proved. Okay, so that will answer question number 4. No, sorry, 3. Now question number 4 is, what about the countability of 0, 1? For that, to prove that open interval 0, 1 is uncountable, we use the contradiction method. To establish the contradiction, we use the Cantor's diagonalization argument. So assume that open interval 0, 1 is countable. And the meaning in the, there is a bijection between open interval 0, 1 and n. Let f from open interval 0, 1 to n, or in the other way, നമ്മളങ്ങ് തിരിച്ചല്ലേ എഴുതി, n അല്ലേ ആദ്യം എഴുതി, രണ്ടും ഇക്വിവാലന്റ് ആണെങ്കിൽ പോലും n to 0, 1 be a bijection. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു ഒബ്സർവേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫർമേഷൻ വേണം. Recall that every element x belongs to open interval 0, 1 has a decimal expansion of the form x is equal to 0.a1, a2, a3, etc., where all these ai's belongs to their digits from 0 to 9, right? It has a decimal expansion. Okay, so by our assumption,
there is a bijection between n and 0 1. Therefore, as we did with the other sets, we can ചെയ്യാൻ പറ്റും n-നെയും 0 1 എലിമെന്റ്സിനെയും എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. സോ n-ലെ 1-ന് പകരം ഞാൻ f അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I will get f of 1, which is an element of open interval 0 1. 2-ൽ f അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് I will get f of 2. 3-ൽ അപ്ലൈ ചെയ്യുമ്പോൾ I will get f of 3. 4-ൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് I will get f of 4. 5-ൽ അപ്ലൈ ചെയ്യുമ്പോൾ I will get f of 5, etc. ഇതെല്ലാം ഓപ്പൺ 0 1-ലെ എലിമെന്റ് ആണ്. അതിനെല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട്. ഇതെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി f of 1 എന്ന് പറയുന്ന ഓപ്പൺ 0 1-ലെ എലിമെന്റിന് ഡെസിമൽ എക്സ്പാൻഷൻ ഇങ്ങനെ വിളിക്കുന്നു a11 a ഉണ്ട്. ആ ഡിജിറ്റ്സിനെ ഞാൻ a11 ഒന്നാമത്തത് എന്നുള്ളതിൽ ഒന്നാമത്തെ a11 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ f of 1-ന്റെ ആദ്യത്തെ ഡെസിമൽ പോയിന്റ്. ആൻഡ് സിമിലർലി ഇതാണ്. ഓക്കെ, രണ്ടാമത്തത് പോയിന്റ് a21 a22 a23 a24 a25 എക്സെട്ര. മൂന്നാമത്തത് പോയിന്റ് a31 a32 a33 a34 a35 എക്സെട്ര. നാലാമത്തെ a41 a42 a43 a44 a45 എക്സെട്ര. a51 a52 a53 a54 a55 എക്സെട്ര. ഓക്കെ, സിമിലർലി താഴെ. എനിക്കിങ്ങനെ എല്ലാ 0 1-ലെ എല്ലാ എലിമെന്റ്സിനെയും എനിക്ക് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം അല്ലേ, ബൈജക്റ്റീവ് മാപ്പ് ഉള്ളതുകൊണ്ട്. കാൻഡറിന്റെ ഐഡിയ എന്ന് പറയുന്നത്, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ലിസ്റ്റിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ലിസ്റ്റിനകത്ത് എല്ലാ 0 1-നകത്തുള്ള എല്ലാ എലിമെന്റും വരണം. കാൻഡറിന്റെ ഐഡിയ ഇതിലൊന്നും വരാത്തൊരു നമ്പർ, 0 1-നകത്തുള്ള ഒരു നമ്പർ ഇതിലൊന്നും പെടാത്ത രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് കാൻഡറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ. സോ കാൻഡർ അതിന് ഉപയോഗിച്ചത് ഈ ഡയഗണൽ എലിമെന്റ്സ് ആണ്. ഈ ഡയഗണൽ എലിമെന്റ്സ് ഉപയോഗിച്ചിട്ട് സോ ഡിഫൈൻ x is equal to point b1 b2 b3 b4 etc. by what is my bn? bn is equal to 2 if ann not is equal to 2 and 3 if ann is equal to 2 3 നമ്പറിനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. ബട്ട് ഐഡിയ ഇതാണ്, ഈ എക്സ്, ഈ ഡിഫൈൻ ചെയ്ത എക്സ് ഈ ലിസ്റ്റിലൊന്നും വരത്തില്ല. then x not is equal to f of n for all. എങ്ങനെ പറയാം? അതിന് മുമ്പ് എക്സിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ? വാട്ട് ഈസ് മൈ b1? b1 എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ a11 2 ആണെന്ന് വിചാരിച്ചു, a22 3 a33 3 a22 4 2 3 തന്നെ ആകണമെന്നില്ല. ഇത് 5 this is 6 this is 0 this is 2 അങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ b1 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? b1 എന്ന് പറയുന്നത് a11 നോക്കും. a11 2 അല്ലെങ്കിൽ അത് 2 എന്ന് ഡിഫൈൻ ചെയ്യും. പക്ഷെ a11 2 ആണ് അല്ലേ? a11 2 ആയതുകൊണ്ട് എൻ്റെ b1 എന്താവും? 3 എന്ന് ഡിഫൈൻ ചെയ്യും. ഇനി b2 b2 a22 നോക്കും, a22 2 അല്ല, അതുകൊണ്ട് അത് 2 എന്ന് ഡിഫൈൻ ചെയ്യും. b3 a33 2 അല്ല, അതുകൊണ്ട് 2 എന്ന് ഡിഫൈൻ ചെയ്യും. b4 a44 2 ആണോ നോക്കും, അല്ല, 2 എന്ന് ഡിഫൈൻ ചെയ്യും. b5 a22 ആണ്, അതുകൊണ്ട് 3 എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ എൻ്റെ എക്സ് എന്ന് പറയുന്നത് ഈ കേസിൽ 0.322223
ഈ രീതിയിൽ പോകും. എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷനിൽ 3ഉം 2ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു എഫ് ഓഫ് എന്നിനും ഈക്വൽ ആവാത്ത രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം 2 ഡെസിമൽ പോയിന്റുകൾ ഈക്വൽ ആകണമെങ്കിൽ കറസ്പോണ്ടിങ് ഡെസിമൽസ് എല്ലാം ഈക്വൽ ആകണം. സോ why it is true? The proof is if x is equal to f of n, then എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷനിലെ പോയിന്റുകളായ bi's-ഉം ഞാനിവിടെ എം എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എഫ് ഓഫ് എം ഓക്കെ, ഓൾറെഡി ഞാൻ n ഇവിടെ മുകളിൽ ഉപയോഗിച്ചതുകൊണ്ട്. സോ then bn should be equal to ann for all n, right? Oh, just a minute. Let me complete. So I suppose x is equal to f of m for some m. Then എൻ്റെ എക്സിൻ്റെ mth digit, what is dm, right? It should be equal to f of m ന്റെ mth digit. What is the mth digit of f of m? f of m ന്റെ mth digit. f of 4 ന്റെ 4th digit ഏതാ? a44. f of 5 ന്റെ 5th digit ഏതാ? a55 എന്ന് പറഞ്ഞ പോലെ f of m ന്റെ mth digit എന്ന് പറയുന്ന am. ബട്ട് bn ഒരിക്കലും ann ഈക്വൽ ആവില്ല. കണ്ടോ, ഡെഫിനിഷൻ എങ്ങനെയാണ്? bn ഒരിക്കലും ann ഈക്വൽ ആവാത്ത രീതിയിലാണ് ഡെഫിനിഷൻ. which is not possible. This is a contradiction. കാരണം ഇത് ഫംഗ്ഷൻ എന്തായാലും അപ്പോൾ ഈ എക്സിന് ഒരു പ്രീമേജ് ഇല്ല, ഓൺ ടു അല്ലാതെ. ഇറ്റ്സ് എ കോൺട്രാഡിക്ഷൻ ടു ദ അസംപ്ഷൻ ദാറ്റ് f from n to 0 1 is a bijection. Hence there is no bijection between 0 1 and n. Therefore 0 1 is not or uncountable. So this shows that 0 1 is uncountable. So the crucial idea is ആ ഒരു എലിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഐഡിയ, അതാണ് ആ കാൻഡേഴ്സ് ഡയഗണലൈസേഷൻ മെത്തേഡ് എന്ന്. ഇത് പല കോണ്ടെക്സ്റ്റിലും സിമിലർ ഐഡിയാസ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു പേര് വിളിക്കുന്നത് കാൻഡേഴ്സ് ഡയഗണലൈസേഷൻ. യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയകളെയൊക്കെയാണ് ഇങ്ങനെ പേരിട്ടൊക്കെ വിളിക്കുന്നത്. ഇതേ ലോജിക്ക് പല കോണ്ടെക്സ്റ്റിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോജിക്ക്. ഇങ്ങനൊരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ അത് ഓണ്ടു അല്ലാതാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു എലിമെന്റ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഐഡിയ. സോ ദാറ്റ് വിൽ പ്രൂവ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വീഡിയോ ആണ് കാണുന്നത്, അപ്പോൾ ഇത് പോസ് ചെയ്ത് ഒന്നും രണ്ടും തവണ കാണുക. ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി തുടർന്ന് കാണുക. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാനല്ല ഇരിക്കേണ്ടത്. പല കൺസെപ്റ്റുകളും പല ഐഡിയാസും നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ പോസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത്, പുസ്തകം വേണമെങ്കിൽ പുസ്തകം എടുത്ത് നോക്കുക. അങ്ങനെയുള്ളത് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കിയെടുക്കാം. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആർ ഈസ് അൺകൗണ്ടബിൾ യൂസിങ് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി. ഇത് ഞാൻ എക്സസൈസ് ആയിട്ട് തരാം, പുസ്തകത്തിൽ ആവശ്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. കാരണം ഇത് രണ്ട് പ്രൂഫും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപയോഗിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല.
മിക്കവാറും 6 അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കത്തേ ഉള്ളൂ. യൂസിങ് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി എന്നുള്ളത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അത് എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ വേണമെങ്കിൽ ഞാൻ റഫായിട്ടൊരു ഐഡിയ പറയാം. അവിടെയും ഇതുപോലെ കോൺട്രാഡിക്ഷൻ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. First of all, you should know what is the nested interval property, of course. എന്താണ് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി? അതൊരു ട്രിവിയൽ റിസൾട്ട് ഒന്നുമല്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആയതുകൊണ്ട് ആ റിസൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പം ഇത് പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ കണ്ട പ്രൂഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ ബിഗ് റിസൾട്ട് ഒന്നും ഉപയോഗിക്കാതെ ഉള്ള പ്രൂഫാണ്. നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പറയുന്നത് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? if in is a sequence of ഡിക്രീസിങ് സീക്വൻസ്. നിങ്ങൾ അങ്ങനെയുള്ള ടെർമിനോളജി ആണോ ഉപയോഗിച്ചതെന്ന് അറിയില്ല. ഞാൻ പുസ്തകത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും നോക്കിയില്ല. ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ that is, ഇതിന്റെ മീനിങ് എന്താ? I1 contains, I2 contains, I3 contains, I4 ഇത് ഈക്വൽ ടു എന്നാലും കുഴപ്പമില്ല. contains etc. in general In contains In plus. ഇതിനെയാണ് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. each ij's are of the form some closed ai bi aj bj. For example, can take നിങ്ങൾ പഠിച്ച ഏതാ എക്സാമ്പിൾ പഠിച്ച് -n സോറി -n വരത്തില്ല. -1/n 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 1 എടുത്താലും കറക്റ്റ്. 1 എടുക്കുമ്പോൾ -1 1, 2 എടുക്കുമ്പോൾ -1/2 1, 3 എടുക്കുമ്പോൾ -1/3 1. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. അല്ലെങ്കിൽ ഇതെടുത്താലും മതി, -1/n 1/n എടുത്താലും മതി. So the nested interval property says that ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ always intersection n equal to 1 to infinity In is not equal to empty. This is the property. ഇപ്പൊ ഈ ഒന്നാമത്തെ ഇതിലാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? is 1, right? set 1 is not set 1. Actually intersection is closed interval, open interval 0 1. ഒന്ന് വെരിഫൈ ചെയ്യണേ. ഈ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി സെറ്റ് 0. Is it correct? Yes. So ഇപ്പൊ 6 കൗണ്ടബിൾ ആണെങ്കിൽ, ഞാൻ വളരെ റഫായിട്ടേ പറയുന്നുള്ളൂ, 6 കൗണ്ടബിൾ ആണെങ്കിൽ അതിനെ എനിക്ക് x1 x2 x3 x4 ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? സപ്പോസ് x1 എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഇന്റർവൽ A1 B1 എലിമെന്റ് ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇന്റർവെലിനകത്തായിരിക്കുമല്ലോ അല്ലെ? 6 എലിമെന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് റിയൽ ലൈൻ എങ്കിൽ എന്റെ x1 ഒരു ക്ലോസ്ഡ് A1 B1 എലിമെന്റ് ആണെന്ന് വിചാരിക്കുക. x2 എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിന്റെ അകത്ത് വരാം, x2 ചിലപ്പോൾ ഇതിന്റെ അകത്ത് വരാം, അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് വരാം.
ഓക്കെ. അപ്പോൾ എന്തായാലും x2 ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് x2 ഉണ്ട്, പക്ഷേ x1 ഇല്ല. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എടുക്കാം, ഇങ്ങനെ എടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലെറ്റ് x2 ഐ എം സോറി ദർ ഈസ് എ കറക്ഷൻ. x2 ഞാൻ എടുക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ x1 ഇവിടെ ഉണ്ട്, x1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു a1 b1 ഉണ്ട്, a1 b1. ഇനി x2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് വരാം. അപ്പോൾ x2നെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ഇൻ്റർവൽ എന്തായാലും എനിക്ക് എടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിനകത്ത് എന്തില്ല, x2 ഇല്ല, പക്ഷേ ഇത് a1 b1നകത്ത് കണ്ടെയ്ൻഡ് ആണ്. അതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ x2 അതിനകത്ത് വരാൻ പാടില്ല. ഇനി x2 a1 b1നകത്താണെങ്കിൽ, സോറി പുറത്താണെങ്കിൽ എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, അല്ലേ? ഇപ്പോൾ a1 b1ന്റെ പുറത്താണ് x2 എങ്കിൽ ഏത് ഇൻ്റർവൽ വേണമെങ്കിലും എടുക്കാം. സോ തിങ് ഈസ് ദാറ്റ് ചൂസ് I2 equal to a2 b2 contained in I1, x2 not belongs to I2. ഇനി x3 എങ്ങനെ എടുക്കും? x3 ഒന്നുകിൽ ഇതിൻ്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തായിരിക്കും. എന്തായാലും x3 കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ ഒരു I3 എടുക്കുക. I3 is equal to a3 b3 contained in I2 and x3 does not belongs to I3 and so on. So what is the idea? In plus 1 should be contained in In and xn plus 1 does not belongs to In plus for all n. Then what is the problem? Can you identify the problem? For all m, xm cannot be an element of Im, right? So what about intersection? If xm is a real number, then xm cannot belongs to intersection n equal to 1 to infinity In. Why? കാരണം xm ഒരിക്കലും IMലില്ല. IMലില്ലാതെ എങ്ങനെയാണ് ഇന്റർസെക്ഷനിൽ വരിക? സോ ദാറ്റ് മീൻസ് ദ ഇന്റർസെക്ഷൻ ഈസ് എംറ്റി. ഇന്റർസെക്ഷനകത്ത് ഒരു എലിമെന്റും വരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു റിയൽ നമ്പർ അല്ലേ അതിനകത്ത് വരാൻ പറ്റും. അപ്പോൾ റിയൽ നമ്പർ അതിനകത്ത് വരത്തില്ല. Therefore this is a contradiction. Contradiction to nested interval property, which says that always if you have a sequence, നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽസും ആണ്, ഡിക്രീസിംഗും ആണ്. അങ്ങനെ ഒരു ഡിക്രീസിംഗ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ നോൺ എംറ്റി ആയിരിക്കും എന്നുള്ളതാണ് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. This contradiction proves that R is uncountable. So hence we have finished all these questions. ഞാൻ എസെൻഷ്യലി ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞു, പക്ഷേ പുസ്തകത്തിൽ നോക്കി മര്യാദയ്ക്ക് ആ പ്രൂഫ് എഴുതിയെടുത്തോളാം. ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കണമെന്നില്ല, തനിയെ തന്നെ എഴുതിയാൽ മതി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ്. ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ട് കാർഡിനാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.